വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മുടെ കുഞ്ഞു ബേബി നല്ല സന്തോഷത്തിലിരിക്കുകയാണ്. അപ്പോൾ കുഞ്ഞു ബേബി ലൈക്ക് അടിക്കാൻ പറയണമെന്ന് പറഞ്ഞ് വാശി പിടിക്കുകയാണ്. അപ്പോൾ നമുക്ക് അവളുടെ ലൈക്ക് അടി കേൾക്കാം. നമുക്ക് പ്ലീസ് പ്ലീസ്. അത് നമ്മുടെ സബ്സ്ക്രൈബിന് നിൻ്റെ ലൈക്ക് അടിയൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. പ്ലീസ് പറ. ഓക്കെ, സി നമുക്ക് റോസുവിനെ വെച്ച് അഡ്ജസ്റ്റ് ചെയ്യാം ഗൈസ്. നീ ഒന്ന് ലൈക്ക് അടിക്കാൻ പറഞ്ഞ റോസ്. നല്ല അടിപൊളി കടകളും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. റേറ്റ് വലിയ കുഴപ്പമില്ലാത്ത റേറ്റ്. അവിടെ വേഗം അടയ്ക്കുമായിരുന്നു. ഇവിടുത്തെ പോലെ തട്ടുകടയൊന്നും 24 മണിക്കൂറൊന്നും ഇല്ല അവിടെ. പിന്നെ അവിടെ ഭയങ്കര റെയറായിട്ടൊക്കെ ആയിരുന്നു തട്ടുകട ഉണ്ടായിരുന്നത്. നമ്മൾ ഇന്നോവ വണ്ടിയിലായിരുന്നു പൊയ്ക്കൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു. അപ്പം ഞങ്ങൾക്ക് ഈ ഫാമിലി പോലെ ഞങ്ങൾക്ക് ഇന്നോവ വണ്ടിയാണ് ധാരാളമല്ലേ. കാരണം നമ്മള് 6-7 പേര് ഒരുമിച്ച് 6 വണ്ടിയിൽ പോകുന്നത്. ഞങ്ങൾ ഏറ്റവും അവസാനം ഇരുന്ന് പ്രേതക്കഥയൊക്കെ പറഞ്ഞിട്ടുണ്ടായി. ഞങ്ങൾ ഏറ്റവും പിന്നീത്തെ സീറ്റിലായിരുന്നു ഇരിക്കുന്നുണ്ടായിരുന്നത്. അവിടെ ഒരുമിച്ച് കാലൊക്കെ കേട്ട് ഒരുമിച്ച് രസത്തിലിരിക്കാൻ കേട്ടോ. ഞങ്ങൾ കാനിലത്തെ പെപ്സിക്ക് വാങ്ങി. എനിക്ക് ഇപ്പോഴും കാനിലത്തെ പെപ്സി ഭയങ്കര ഇഷ്ടമാണ്. ബട്ട് അതിന് റേറ്റ് കൂടുതലുമാണ്, ക്വാണ്ടിറ്റി കുറവാണ്. അതിന് റേറ്റ് ചെയ്യുന്നത് 40 റുപ്പീസാണ്, ക്വാണ്ടിറ്റി കുറവാണ് കേട്ടോ. ബട്ട് അടിപൊളിയായിരുന്നു. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കാനിലിങ്ങനെ പെപ്സി കൂടി. ഞങ്ങൾ വാശി പിടിച്ച് വാങ്ങി തന്നതാണ്. ഇവിടെയും നമ്മുടെ ഊട്ടിയിലത്തെ പ്രധാന സ്ഥലങ്ങളൊക്കെ മാർക്ക് ചെയ്തവർ വെച്ചിട്ടുണ്ട്, പേരും മാർക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. കാരണം പോകാൻ വേണ്ടിയിട്ടാണ്. അതെ ഗൈസ്. പിന്നെ എല്ലാ കടയിലും എൻ്റെ അമ്മ കയറി നോക്കുന്നുണ്ടായിരുന്നു. ലൈക്ക് ഈ കടകളിലൊക്കെ പോയിട്ടുണ്ടെങ്കിൽ കമന്റ് ബോക്സ് ബിലോ. അപ്പോൾ ഇവിടുത്തെ ഈ സാധനങ്ങളൊക്കെ വാങ്ങിയിട്ടുണ്ടെങ്കിൽ അതും കമന്റ് ബോക്സ് ബിലോ. ഗൈസ് അടിപൊളിയായിരുന്നു. നമ്മുടെ റോസുവിന് കുറച്ച് പനിയുണ്ട്, അതുകൊണ്ടാണ് പനി വരാറുണ്ട്. നമ്മുടെ കുഞ്ഞുവിന് ആകെ വയറുവേദനയൊക്കെയാണ്. കുഞ്ഞുവിൻ്റെ സൗണ്ട് ഭയങ്കര റെയറായിട്ടേക്ക് നിങ്ങൾക്ക് കേൾക്കാൻ പറ്റുക. എനിക്കറിയാം നിങ്ങൾക്ക് കുഞ്ഞുവിൻ്റെ സൗണ്ട് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ നിങ്ങളെല്ലാവരും ഒന്ന്, കുഞ്ഞുവിന് ഭയങ്കര വയറുവേദനയും കാര്യങ്ങളൊക്കെയാണ്. അപ്പോൾ അവൾ നീങ്ങിക്കാണ് കുറച്ച്. പക്ഷേ ഊട്ടി 2-ലൊക്കെ അവൾ നല്ല ഗുമ്മിൽ എനിക്ക് സംസാരിക്കുന്നുണ്ടാവുക. ഇപ്പോൾ അവൾക്ക് വയറുവേദനയാണ്. ഇപ്പോൾ നമ്മൾ 2 പേരും മാത്രമേ ഉള്ളൂ ഗൈസ്. കളിപ്പാട്ടങ്ങളൊക്കെ ഉണ്ട്. എനിക്ക് തമിഴ്നാട്ടിലത്തെ ഒരു കാര്യം മാത്രമാണ് ഇഷ്ടമുള്ളൂ. അവിടുത്തെ ചില സംഭവങ്ങളൊക്കെ ഭയങ്കര ഒരു ഇതുപോലെയൊക്കെ ഞാൻ നിങ്ങൾക്ക് മനസ്സിലാണെന്ന് വിചാരിക്കുന്നു. നമ്മുടെ ഊട്ടിയിലാണ്, നമ്മുടെ തമിഴ്നാട്ടിലാണ് ഗുണ കേവ് ഉള്ളത്. അതിന് കുറേ ദിവസം മുമ്പ് കേസ് ഞങ്ങൾ യൂട്യൂബ് പോയിട്ടുണ്ടെങ്കിൽ നമ്മൾ ഗുണ കേവിൽ കയറുന്നതായിരിക്കും. ബട്ട് നമ്മുടെ റോസും കുഞ്ഞൊക്കെ ഗുണ കേവിൽ കയറിയിട്ടുണ്ട് ഗൈസ്. ഒറിജിനലി കയറിയിട്ടുണ്ട് ഗൈസ്. മഞ്ഞുമല ബോയ്സ് ഇഷ്ടമുള്ളവരെല്ലാം കമൻറ്റ് ബോക്സ് ബിലോ. പ്രേമല ഇഷ്ടമുള്ളവരെല്ലാം കമൻറ്റ് ബോക്സ് ബിലോ ഗൈസ്. അപ്പോൾ മഞ്ഞുമല് അവിടെ തമിഴ്നാട്ടിൽ ഭയങ്കരമായിട്ട് ഹിറ്റായിട്ടുണ്ടായിരുന്ന ഒരു പടമായിരുന്നു. മലയാളത്തിൽ എടുത്തിട്ട് തമിഴ്നാട്ടിൽ ഏറ്റവും കൂടുതൽ ഹിറ്റായിട്ടുള്ള ഓരോ പടമായിരുന്നു നമ്മുടെ മഞ്ഞുമൽ ബോയ്സ്. അത് ഗുണ കേവിൻ്റെ അവിടെ ആയിട്ടാണ് എടുത്തിട്ടുള്ളത്. നമ്മൾ പഴഞ്ഞൊക്കെ കണ്ടുവരിക. നമ്മൾ തമിഴ്നാട് പറയുമ്പോൾ ആദ്യം ഓർമ്മ വരുന്നത് ഗുണ കേവ് ആയിരുന്നു. അത് ഞങ്ങൾ മഞ്ഞുമൽ സിനിമ കണ്ടതോടെയാണ് അവിടെ ഇങ്ങനെ ഗുണ കേവ് എന്നുള്ള സ്ഥലമൊക്കെ ഉണ്ടെന്ന് ഞങ്ങൾ മനസ്സിലാക്കുന്നത്. അപ്പോൾ നിങ്ങൾ ഗുണ കേവിൽ പോയിട്ടുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ബോക്സ് ബിലോ. ലൈക്ക് ആൻഡ് സബ്സ്ക്രൈബ് ഷെയർ. അപ്പോൾ അവിടെ നല്ല രസമായിരുന്നു കേട്ടോ ഗൈസ്. നമ്മുടെ കുഞ്ഞു ബേബിക്ക് വയ്യ. നമ്മുടെ തക്കു ബേബി ആണെങ്കിൽ അവൾക്കും വയ്യ. അപ്പോൾ അവൾ വീട്ടിലാണ്. കുഞ്ഞു ബേബി പക്ഷേ നമ്മുടെ വന്നിട്ടുണ്ട്. ബട്ട് ഇവൾക്കിപ്പോൾ ഇവിടെ വന്നപ്പോൾ കുറച്ച് വയറുവേദന കൂടി അവളിവിടെ ഇങ്ങനെ കെടുക്കുകയാണ്. അവിടെ നല്ല അത്യാവശ്യം വലിയ കുഴപ്പമില്ലാത്ത കളക്ഷൻസ് ഒക്കെ ഉണ്ടായിരുന്നു ഡ്രസ്സിന്. മെൻസിനേക്കാളും കൂടുതൽ വുമൺസിനായിരുന്നു കുറച്ചുകൂടി നല്ല ഡ്രസ്സുകൾ ഉണ്ടായിരുന്നത്. അവിടെയുള്ള എല്ലാവരും ചട്ടർ ഇട്ടിട്ടാണ് നടക്കുന്നത്. കാരണം ഊട്ടിയല്ല, തണുപ്പുണ്ടാവുമല്ലോ. ഇവരുടെ ഏതോ ബന്ധു ഏതോ കസിൻ നമ്മുടെ ഊട്ടിയിൽ പഠിക്കേണ്ടതെന്നാണ് പറഞ്ഞത്. എനിക്കറിയില്ല. അവിടെ പഠിക്കണ്ടായിരുന്നു. ഇപ്പോൾ ചേട്ടൻ ബോംബെക്ക് പോയി എന്നാണ് പറഞ്ഞത്. എനിക്കായിട്ട് അറിയില്ല പ്ലീസ്. നമ്മളെല്ലാ കടയിലും ചില കടയുടെ ഒക്കെ ഉള്ളിൽ കയറുന്നുണ്ടായിരുന്നു. ചില കടയിൽ നിന്നൊക്കെ പുറത്തുനിന്നൊക്കെ നമ്മളിങ്ങനെ നോക്കുന്നുണ്ടായിരുന്നു. അവിടുത്തെ ഓരോ കടയിലുള്ള കളക്ഷൻസാണ് ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഓരോ കടകളുടെ മുമ്പിൽ ഇങ്ങനെ ആളുകൾ വന്ന് നിൽക്കുന്നുണ്ട്. അവർക്ക് കച്ചവടം കിട്ടാനായിട്ടാണ്. എൻ്റെ അപ്പൻ ഓരോന്നിൻ്റെയും വില ചോദിക്കുന്നുണ്ടായിരുന്നു. എൻ്റെ ചോക്ലേറ്റ്സ് ഊട്ടി സ്വീറ്റ്സൊക്കെ കണ്ടു കഴിഞ്ഞാൽ എൻ്റെ അമ്മയുടെ
കിളിപ്പൂന്ന് എനിക്ക് അമ്മയ്ക്ക് അത്രയ്ക്കും ഇഷ്ടമാണ്. അപ്പം അമ്മ ഊട്ടിയിട്ട് ഇങ്ങനത്തെ കിട്ടുന്ന സ്ഥലത്തേക്കൊക്കെ അമ്മ പോകുന്നുണ്ടായിരുന്നു. ഞാൻ ആളുടെ അടുത്ത് ചോദിച്ച് മനസ്സിലാക്കുന്ന എൻ്റെ അമ്മ ഗൈസ്. അവിടെ റേറ്റ് കൂടുതലായിരുന്നു, അവിടെ നമ്മൾ അവിടെ നിന്നൊന്നും വാങ്ങിയിട്ടുണ്ടായിരുന്നില്ല. ഒരു ചേട്ടൻ നമ്മുടെ ക്യാമറയെ നോക്കിയിട്ട് എന്താണെന്ന് ചോദിച്ചു ഗൈസ്. അതാണ് അപ്പം നേരത്തെ ക്യാമറ എന്ന് പറഞ്ഞത്. ലൈക്ക് ആൻഡ് സബ്സ്ക്രൈബ് ഷെയർ. ഗൈസ് നല്ല രസമായിരുന്നു നമ്മൾ ഊട്ടിയും കാര്യങ്ങളൊക്കെ. ആ സ്റ്റെപ്പ് പോലെ ഇരിക്കുന്ന ചോക്ലേറ്റ്സ് കാണുന്നുണ്ട്. കാണാൻ നല്ല രസമില്ലേ ഗൈസ്. ഇത് കാണുമ്പോൾ എനിക്ക് ഓർമ്മ വന്നത് മറ്റേ പേപ്പർ ഗ്ലാസ് വെച്ചിട്ട് നമ്മൾ അത് തന്നെയാണ് ഗൈസ് എനിക്ക് ഓർമ്മ വന്നത്. ഇവിടെ നമ്മൾ കയറിയിട്ടുണ്ടായിരുന്നു, നല്ല അടിപൊളിയുണ്ട്. ഡ്രസ്സ് എനിക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു. ബട്ട് അത് അടയ്ക്കാറായതുകൊണ്ട് ഇട്ടോക്കാനൊന്നും പറ്റില്ല. അപ്പോൾ നമ്മൾ അവിടെ നിന്ന് ഇറങ്ങി വേഗം. പക്ഷെ ഞങ്ങൾക്കൊക്കെ വിഷമായി, ഞങ്ങൾക്ക് ഒരേപോലെ നല്ല ഡ്രസ്സ് കിട്ടിയതായിരുന്നു അവിടെ നിന്ന്. അല്ല ഇവിടുന്ന് നമ്മൾ നോക്കി വെച്ചിട്ടുണ്ടായിരുന്നു, പക്ഷെ കട അടയ്ക്കാറായും പറഞ്ഞപ്പോൾ നോക്കാനൊന്നും പറ്റാത്തതുകൊണ്ട് നമ്മൾ വേഗം ഇറങ്ങി ഗൈസ്. ഇവിടെ ഇല്ല അവിടെ ഞങ്ങൾക്ക് നല്ല വിഷമമായിട്ടുണ്ടായിരുന്നു. അവിടെ വില കുറവും വലിയ കുഴപ്പമില്ലാത്ത ഡ്രസ്സും കാര്യങ്ങളൊക്കെ അവിടെ ഉണ്ട്. നമ്മളെ കണ്ടപ്പോൾ അവർ ലേറ്റൊക്കെ വീണ്ടും ഇട്ടു. കുഞ്ഞു ബേബി ലൈക്ക് അടിക്കാൻ പറയുള്ളൂ. നമ്മുടെ സബ്സ്ക്രൈബേഴ്സ് ഞങ്ങൾക്ക് വേണ്ടി കാത്തിക്കാൻ പറയും. ലൈക്ക് സബ്സ്ക്രൈബ് ഷെയർ കൂട്ടിത്തരണം. അവൾക്ക് വയറുവേദന ആയതുകൊണ്ടാട്ടോ ഇങ്ങനെ പറയുന്നത്. അപ്പം നല്ല രസമായിരുന്നു. നമുക്ക് പറയണ്ടത് നമ്മുടെ കുഞ്ഞു ബേബി സാഡാണ്, അതുകൊണ്ടാട്ടോ. അപ്പോൾ ഇതേ നമ്മുടെ ക്യാമറയിൽ സൂം ചെയ്ത് നോക്കിയാൽ ഏത് ക്യാമറയിൽ ഞങ്ങൾ വീഡിയോ എടുക്കണേ നിങ്ങൾക്ക് കാണാൻ പറ്റും ഗൈസ്. എൻ്റെ അമ്മയും ഇവളുടെ അമ്മയും നല്ല നോക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു. ഇവളുടെ അമ്മയ്ക്ക് കുറേയൊക്കെ ഇഷ്ടപ്പെട്ടു, എൻ്റെ അമ്മയ്ക്ക് വലിയ കുഴപ്പമില്ലാണ്ട് അവരൊന്നൊക്കെ ഇഷ്ടപ്പെട്ടു. ഈ ഒരു ഇത് വലിയ കുഴപ്പമില്ലാണ്ട് എനിക്ക് ഇഷ്ടമായിട്ടുണ്ടായിരുന്നു. ബട്ട് അതിന് നല്ലോണം റേറ്റ് ഉണ്ട്. പിന്നെ അമ്മ അത് വാങ്ങിയില്ല. ഞങ്ങളിവിടെ ആകെ 2 ദിവസം നിൽക്കുന്നതാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ബട്ട് നമ്മൾ 3 days അവിടെ നിന്നു. അതുകൊണ്ട് ഞങ്ങൾക്ക് ഡ്രസ്സ് എക്സ്ട്രാ എടുത്തിട്ടുണ്ടായിരുന്നു, ഇവർ എടുത്തിട്ടുണ്ടായിരുന്നില്ല, എൻ്റെ അമ്മയും ഇവളുടെ അമ്മയും. അപ്പോൾ അവിടെ നിന്ന് ഞങ്ങൾ ഇവർക്ക് 2 പേർക്കും ഡ്രസ്സ് വാങ്ങിയിട്ട് കൂടെ നമ്മളും വാങ്ങിയിട്ടുണ്ടായിരുന്നു. അതെൻ്റെ ഇപ്പോഴും ഉണ്ട് കേട്ടോ ആ ഡ്രസ്സ്. ഇവർ വാങ്ങിയപ്പോൾ ഞങ്ങൾ വാശിക്ക് വേണ്ടി ഒരെണ്ണം വാങ്ങി ഗൈസ്. അതെ, പക്ഷേ ഇവര് 2 പച്ചയിൽ പക്ഷെ ബ്ലാക്ക് ആയിട്ട്. കുഞ്ഞൂൻ്റെ ക്യാനിലത്തെ പെപ്സിയൊക്കെ കുടിച്ച് കഴിഞ്ഞു. അപ്പോൾ ഞങ്ങളുടെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നില്ല, അതാണ് ഞാൻ അതും പിടിച്ച് നല്ല ജാട കാണിച്ചുകൊണ്ടിരിക്കുന്നത് ഗൈസ്. ഞാൻ അവിടെ നിന്ന് ഡാൻസ് ഒക്കെ കളിക്കുന്നുണ്ട്, അവിടെ പാട്ടൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു. ബട്ട് ആ പാട്ടൊന്നും ഞങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടായിരുന്നില്ല, തമിഴായിരുന്നു ഗൈസ്, തമിഴ്. പാട്ട് വെച്ചാൽ ഒരു തുള്ളൽ ഉണ്ടാവില്ലേ, ആ ഒരു തുള്ളലായിരുന്നു. എനിക്ക് എൻ്റെ സ്വെറ്റർ ഭയങ്കര ഇഷ്ടമാണ്, അത് എൻ്റെ ഇപ്പോഴും ഉണ്ട് കേട്ടോ ഗൈസ്. അതിൻ്റെ കുറച്ച് ദിവസം മുമ്പായിരുന്നു ഞങ്ങളിതെന്നപ്പോൾ എനിക്ക് വലിയ ഓർമ്മയിലായിരുന്നു. March 31 എൻ്റെ ബർത്ത്ഡേ. അപ്പോൾ അന്ന് എനിക്ക് എൻ്റെ ആൻറ്റി എനിക്കൊരു ട്രോളി ഗിഫ്റ്റ് തന്നിട്ടുണ്ടായിരുന്നു. അത് എവിടേക്കും അതും കൊണ്ട് പോകാൻ പറ്റില്ല എന്നുള്ള വിഷമം ഉണ്ടായിരുന്നു. ബട്ട് അപ്പോഴായിരുന്നു ഈ ഊട്ടി ട്രിപ്പും ഫ്രണ്ട്സിൻ്റെ വീട്ടിൽ ഈ ഊട്ടി ട്രിപ്പൊക്കെ മനസ്സിലേക്ക് വന്നതൊക്കെ. പിന്നെ ഞാൻ ആ ട്രോളി ബാഗ് എടുത്തിട്ടായിരുന്നു കേട്ടോ ഈ ഊട്ടിക്ക് വന്നിട്ടുണ്ടായിരുന്നത്. ആ ട്രോളി ഇപ്പോഴും ഉണ്ട്. ആ ട്രോളിയുടെ മേലെ ഞാൻ ഇപ്പോൾ ഒരു ബൊമ്മയൊക്കെ കയറ്റി വെച്ചേക്കാണ്. ഇപ്പൊ എല്ലാ കടകളും അടയ്ക്കണ കാണുന്നുണ്ട് നിങ്ങൾ നോക്കിയ. ഈ കടകളിലൊക്കെ കയറിയിട്ടുണ്ടെങ്കിൽ കമന്റ് ബോക്സ് ബിലോ. അപ്പോൾ കുറച്ച് ലൈക്കൊക്കെ കൂട്ടി തരണം. കട അടിക്കണം സോക്കി ഇരിക്കാന്ന് വെച്ചാൽ കുറച്ച്. നിങ്ങൾക്ക് ഈ വീഡിയോ കണ്ട് പോവാൻ തോന്നുകയാണെങ്കിൽ ഒരു കാര്യം പറയാം, മഴക്കാലത്ത് അവിടെ തണുപ്പ് കൂടും, ചൂട് കാലത്ത് അവിടെ ഭയങ്കര ചൂടാവും. ഹലോ ഗായ്സ്, അപ്പോൾ ഇത് പാർട്ട് 11 ആണ്. ഇനി നമുക്ക് നെക്സ്റ്റ് ഒരു ആയിട്ടും കാണാം. ലൈക്ക് ആൻഡ് സബ്സ്ക്രൈബ് ഷെയർ. ബാക്കിയുള്ള മുമ്പത്തെ ആ 10 കണ്ടിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. ഇനി വരാൻ പോകുന്നത് പാർട്ട് 12 ആയിരിക്കും. ഓക്കെ, ബൈ.